ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ മാത്രമല്ല ഫുൾ ചിക്കൻ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് ഏറെ ക്വാണ്ടിറ്റി ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ബോൺലെസ് അങ്ങനെയൊന്നുമല്ല, നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മാരിനേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ, മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. സോ ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും. അതിനുശേഷം ഞാനിവിടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് ലെമൺ ആഡ് ചെയ്യുന്ന എപ്പോഴും അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു കോട്ടിങ്ങിനാണ്, അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു കോട്ടിംഗ് ആണ്, മസാല ഒക്കെ പിടിച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയാണെങ്കിൽ അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ക്രഷ് ചെയ്താണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഈ മസാലയെല്ലാം ഇത് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യുക, കാരണം ഇതൊരു ചൈനീസ് ഡിഷാണ്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണയിൽ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ട് പോകും. സോ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നില്ല, കാരണം പിന്നീട് ആ ഓയിൽ നമുക്ക് വേസ്റ്റ് ആയി പോകുന്ന കാരണം ഞാൻ ഇത്ര ഇട്ടിട്ട് കുറേശ്ശെയായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ ഈ ഓയിൽ നമുക്ക് വീണ്ടും നമുക്ക് എന്തിലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേപോലെ ബാക്കി ചില്ലി ചിക്കൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് നമുക്ക് ഈ ഓയിൽ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ട്, പക്ഷേ കുറച്ച് ചിക്കൻ ഇട്ട് അന്നേരം നല്ല രീതിയിൽ ഇതേപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മളെ മൈദയുടെ കോട്ടിങ്ങും കോൺഫ്ലവറിൻ്റെ കോട്ടിങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. നമുക്ക് സവാള വേണം, പച്ചമുളക് വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം, അതേപോലെ ക്യാപ്സിക്കം വേണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ക്രിസ്പി ആയിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും എല്ലാം തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലവർ മിക്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ചൈനീസ് ഡിഷ് ആയത് കാരണം നമുക്ക് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട്, എന്നെങ്കിലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. സോ നമ്മളെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഭാവിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ടേസ്റ്റ് വരത്തില്ല, ഓവറായിട്ട് വെജിറ്റബിൾസ് കുക്കായി പോകും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഞാൻ എണ്ണ ചൂടായി അതിലേക്ക് ആവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തു. എല്ലാം നമുക്ക് പെട്ടെന്നാണ് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കുക. ഒന്നും ഒത്തിരി വഴണ്ട് ആ ഒരു രീതിയിലാവണ്ട. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വാടി വരാനായിട്ട്. ഒത്തിരി വഴണ്ട് വരുമോ ഒന്നും വേണ്ട, നമുക്ക് ആ ഒരു ഗ്ലേസിങ്ങോട് തന്നെ നമുക്ക് കിട്ടണം പെട്ടെന്ന്. ഹൈ ഫ്ലെയിമിലാണ്. സോ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു 2 ക്യാപ്സിക്കം അതും ക്യൂബ്സ് ആയിട്ട് തന്നെയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. നമുക്ക് റെഡ് കളറിലെയും യെല്ലോ കളറിലൊക്കെ ക്യാപ്സിക്കം അവൈലബിൾ ആണെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കളർഫുൾ ആയിട്ട് നമ്മൾ ചില്ലി ചിക്കൻ കാണാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കും. സോയാ സോസിൻ്റെ ഒക്കെ ഫ്ലേവറാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ആവശ്യത്തിന് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസും കുറച്ച് ഏറെ തന്നെ വേണം, അതും ഞാൻ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ഇടണം, അതൊരിക്കലും മറക്കരുത് കേട്ടോ. ലോ ഫ്ലെയിം ആവുകയും ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അത് ഈ ഒരു പരിവ്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം.
ഓക്കെ, നമ്മളിവിടെ കുറച്ച് ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് എന്താ പറയുക, ബോൺലെസ് ആയിട്ടുള്ള പീസസ് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ ആ സോസും ആ ഗ്രേവിയൊക്കെ അതിൽ നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇട്ട് ഭയങ്കര സ്പീഡിൽ ഇളക്കരുത്, പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ചൊന്ന് നമുക്കിത് തിളച്ച് വരണമല്ലോ. അതിനൊരു ഗ്രേവി, ഞാനിപ്പോൾ ഡ്രൈ ചില്ലി ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇവിടെ നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് നമ്മൾ റൈസിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സോ കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലവറും നമ്മുടെ വെള്ളവും കൂടെ കലക്കി വെച്ചിട്ടുള്ള മിക്സ്, അതിൻ്റെ പ്രൊപ്പോർഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് മിക്സ് ചെയ്തും കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും, പക്ക കറക്റ്റായി വരും ഈ ഒരു രീതിയിൽ. ഇനി ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അപ്പം നമ്മുടെ അടിപൊളി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ സ്മെല്ലാണ്, അടിപൊളിയാണ്. നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സാധനം തന്നെയാണ് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ. ഇനി നമുക്ക് ഇതേപോലെ സമയമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാതെയും ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്ത പോലെ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. എല്ലാം അരിഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ ഞാൻ അതും കാണിച്ചു തരാം. ചിക്കൻ ഫ്രൈഡ് റൈസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ ഒക്കെ കഴിക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മൾ റൈസിൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെയാണ്. സോ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.